നമ്മൾ സംഭരിച്ചു വെക്കുന്നവരാണ്. ഈ ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇന്ന് എനിക്ക് എന്തോരം സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ദിവസം കിടക്കുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ എന്നുള്ളതാണ്. കാരണം അത്രയധികം നന്മ ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ അരികിലേക്ക് ദൈവം പല വഴികളിലൂടെയും പല മുഖങ്ങളിലൂടെയും കടന്നു വരുന്നു. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുമ്പോഴാണ് എനിക്ക് സ്വർഗത്തിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. ബാങ്ക് ബാലൻസ് ഒക്കെ നിരവധി ഉണ്ടാകും, ഇതൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ അത്യാവശ്യമാണ് നന്മകൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഉള്ളിൽ നല്ല മനസ്സുണ്ടെങ്കിൽ നിരവധി നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ കുറേ നന്മകൾ ചെയ്യുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. നന്മകൾ ചെയ്ത് നീ കിടക്കാൻ വരുമുണ്ടല്ലോ, സുഖസുന്ദരമായിട്ട് ഉറങ്ങും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കി, എൻ്റെ ജീവിതത്തിൽ ഇന്നലെ കടന്നുപോയി എത്ര നന്മ ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുന്ന ദിവസങ്ങളായിട്ട് വെറുതെ ഓരോ ദിവസവും കടന്നു പോകരുത്, ഓരോ മണിക്കൂറും കടന്നു പോകും. അതുപോലെ ഭാരപ്പെട്ടു ഒരു നന്മയും ചെയ്യാതിരിക്കുക. ദൈവം പല രൂപത്തിൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സുണ്ടാകട്ടെ. പാവപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും കണ്ണുനീരോടുകൂടി കടന്നു വരുന്ന ഓരോ മുഖങ്ങളായിട്ടായിരിക്കും ദൈവം കടന്നു വരിക. ആ മുഖങ്ങളായിട്ട് കടന്നു വരുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാൻ, ഫ്രാൻസിസിനെ പോലെ ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ എനിക്ക് പറ്റട്ടെ. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴുണ്ടല്ലോ, സ്വർഗത്തിൽ ദൈവം എന്നെയും നെഞ്ചോട് ചേർത്ത് പിടിക്കും. പ്രാർത്ഥിക്കാം.